ബിഗ് ബോസിന്റെ CCTV പോലെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കഷ്ടമായിരിക്കും അല്ലെ? പുതിയ ഇൻകം ടാക്സ് ബില്ല് പ്രകാരം നമ്മുടെ ജീവിതം ഗ്ലാസ് ഹൗസ് പോലെ സുതാര്യമാക്കണം. നമ്മൾ പഴയ അടിമത്ത കാലത്തിലേക്കുള്ള തിരിച്ചുപോക്കിലാണോ? 2026 ഏപ്രിൽ 1 മുതൽ നമ്മുടെ വാട്സ്ആപ്പ് ചാറ്റ്, ഇൻസ്റ്റഗ്രാം റീല്, ബാങ്ക് അക്കൗണ്ട് എല്ലാം ആദായ നികുതി വകുപ്പിന്റെ സൂപ്പർ സ്ക്രീനിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഇന്ത്യയിൽ സ്വകാര്യത എന്നൊരു കാര്യം അന്യമായി മാറും. നികുതി ലളിതമാക്കാനും ഡിജിറ്റൽ കള്ളപ്പണം പിടിക്കാനുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിന്റെ കൂടെ വരുന്ന ക്ലോസ് 247 നമ്മുടെ ഡിജിറ്റൽ ജീവിതത്തെ ഓപ്പൺ ടൂൾ ആക്കി മാറ്റുകയാണ്. എന്താണ് ക്ലോസ് 247 എന്നല്ലേ? പഴയ സെക്ഷൻ 132നെ ടർബോ മോഡലിലാക്കിയിട്ട് വെർച്വൽ ഡിജിറ്റൽ സ്പേസ് എന്നൊരു ട്രെൻഡി ടേം കൊണ്ടുവന്നിട്ടുണ്ട്. സെർച്ച് ഓപ്പറേഷനുകളിൽ ഉദ്യോഗസ്ഥർക്ക് അതുകൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇമെയിലുകൾ, സോഷ്യൽ മീഡിയ, അതായത് വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, കൂടാതെ ക്ലൗഡ് സ്റ്റോറേജ്, ഓൺലൈൻ ട്രേഡിംഗ്, ക്രിപ്റ്റോ വാലറ്റുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, ജിപേ, ഫോൺ പേ, ഇവിടെയെല്ലാം ഇവർക്ക് ആക്സസ് ചെയ്യാം. പാസ്വേഡോ എൻക്രിപ്ഷനോ നമ്മൾ നൽകണമെന്നില്ല. അവർ ഇതൊക്കെ ഓവർറൈഡ് ചെയ്തോളും. കോടതി വാറണ്ട് വേണ്ട. ഏതെങ്കിലും മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ അനുമതി മാത്രം മതി. നമ്മുടെ ഡിജിറ്റൽ ലോകത്ത് നമ്മളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടാകാമെന്നൊരു തോന്നല് ഒരു ഉദ്യോഗസ്ഥന് ഉണ്ടായാൽ മാത്രം മതി. അല്ലെങ്കിൽ ഈ വിവരങ്ങൾ ഉണ്ടാകുമെന്നുള്ള തോന്നലിന് പകരം ചെറുതായിട്ടൊന്ന് കൊടുക്കണമെന്ന് തോന്നിയാലും നമ്മുടെ പേഴ്സണൽ ലൈഫിന്റെ ഫുൾ ഡീറ്റെയിൽസ് അവരുടെ കയ്യിലെത്തും. 2025 മാർച്ചിൽ ബില്ല് അവതരിപ്പിച്ചപ്പോൾ സ്വകാര്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നിരുന്നു. സർക്കാർ പറയുന്നത് ഡിജിറ്റൽ യുഗത്തിൽ നികുതി വെട്ടിപ്പ് കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമാണെന്നാണ്. ക്രിപ്റ്റോ കറൻസി, ക്ലൗഡ് സ്റ്റോറേജ്, ഓൺലൈൻ ബാങ്കിംഗ് ഇവയിലൂടെ മറച്ചുവെക്കുന്ന വരുമാനം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. ഉദാഹരണത്തിന് വാട്സ്ആപ്പ് സന്ദേശങ്ങളിലൂടെ 200 കോടിയുടെ കള്ളപ്പണം കണ്ടെത്തിയെന്നും അവർ അവകാശപ്പെടുന്നു. 2017 കോടതി വിധി പ്രകാരം സ്വകാര്യത മൗലിക അവകാശമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ബില്ല് പ്രകാരം കോടതിയുടെ മേൽനോട്ടം ഇല്ലാതെ തന്നെ നമ്മുടെ ഡേറ്റാസ് തുറന്നു നോക്കാൻ ഓഫീസേഴ്സിന് അധികാരം കൊടുക്കുകയാണ്. രണ്ടാമത്തെ പ്രോബ്ലം ആയിട്ട് വരുന്നത് അധികാര ദുരുപയോഗമാണ്. വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഇല്ലെങ്കിൽ ഈ അധികാരം രാഷ്ട്രീയ വൈരാഗ്യത്തിനോ ഉപദ്രവത്തിനോ വേണ്ടി ഈസി ആയിട്ട് ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള കാര്യമാണ്. ആരെങ്കിലും അധികാരത്തിൽ ഇരിക്കുന്നവരെ ചോദ്യം ചെയ്യുകയോ അവരുടെ അഴിമതി ചൂണ്ടിക്കാണിക്കുകയോ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുകയോ ചെയ്താൽ അത് പ്രതിപക്ഷ പാർട്ടിയാകട്ടെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകട്ടെ, യൂട്യൂബർ ആകട്ടെ, സാധാരണ ജനങ്ങളാകട്ടെ, അങ്ങനെയുള്ളവരെ പൂട്ടാനും വായടപ്പിക്കാനും ഭയപ്പെടുത്താനുമുള്ള ഒരു തന്ത്രമായി ഈ ബില്ല് മാറാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം, 2023 ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ഡേറ്റ കൺസെന്റ് ഉറപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. ഈ ബില്ല് അതിനെ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇരട്ട നീതി എന്ന് പറയുന്നത്. വോട്ടർ ലിസ്റ്റിൽ കള്ളത്തരം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷന് അത് നമ്മുടെ മുമ്പിൽ കാണിക്കാൻ പോലുള്ള മര്യാദയില്ല. അത് അധികാരത്തിലിരിക്കുന്നവരുടെ കാര്യം. എന്നാൽ സാധാരണ ജനങ്ങൾ അവരുടെ പേഴ്സണൽ ലൈഫ് ഉൾപ്പെടെ തുറന്ന പുസ്തകമാക്കി വെച്ചു കൊടുക്കണം. നമ്മുടെ സ്വകാര്യത നമ്മുടെ അവകാശമാണ്.